ഇന്നത്തോടു കൂടി സ്കൂളിൽ മോഡൽ എക്സാംസൊക്കെ കഴിഞ്ഞു. IT മോഡൽ എക്സാംസൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2-ാം തീയതി മുതൽ IT പബ്ലിക് എക്സാമിനേഷൻസ് ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 14 വരെ ഓരോ സ്കൂളിലും വ്യത്യസ്ത ദിവസങ്ങളിലായിട്ടും എക്സാം ഉണ്ടായിരിക്കുക. ഫെബ്രുവരി 2-ാം തീയതി മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ IT പബ്ലിക് എക്സാമിൽ എല്ലാവർക്കും A+ നേടുന്നതിന് വേണ്ടി എക്സാമിനേഴ്സിൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു സോഫ്റ്റ്വെയറായ ജിയോജിബ്രയാണ് ചെയ്യുന്നത്. ജിയോജിബ്രയിലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര. മാത്തമാറ്റിക്കൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര യൂസ് ചെയ്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എക്സാംസിന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് 2 മിനിറ്റിനകത്ത് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയും 7 മാർക്ക് കരസ്ഥമാക്കുകയും ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് 7 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നൽകാൻ പോകുന്നത്. അപ്പോൾ ജിയോജിബ്രയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ തീർച്ചയായും അറ്റൻഡ് ചെയ്യണം. അതിന് നിങ്ങളെ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യും. ജിയോജിബ്രയിലെ 1ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. താഴെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ജിയോജിബ്രയിൽ ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് 2 ലൈനുകൾ നിർമ്മിക്കുക. വരകൾ സംഗമിക്കുന്ന സ്ഥാനം കണ്ടെത്തി ഒരു ബിന്ദു പോയിൻ്റ് ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. സൂചനകൾ: ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് x+y = 5, x - y = 1 എന്നീ വരകൾ അഥവാ ലൈന് നിർമ്മിക്കുക. വരകൾ സംഗമിക്കുന്ന സ്ഥാനം കണ്ടെത്തി അവിടെ ഒരു ബിന്ദു പോയിൻ്റ് ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. തയ്യാറാക്കിയ ഫയൽ exam10 products ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _cross.ggb എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. ഈ .ggb എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ജസ്റ്റ് ഫയൽ പോയി സേവ് ചെയ്താൽ മാത്രം മതി. 2 ലൈന് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലൈൻ്റെ വാല്യൂസ് x+y = 5 ആണ്, x - y = 1 എന്നാണ്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 2 മിനിറ്റിനകത്ത് ചെയ്ത് തീർക്കാവുന്ന ഒരു ക്വസ്റ്റ്യനെയാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഫയലിൽ നിന്ന് തുറക്കാം. ഷോ ആൾ ആപ്ലിക്കേഷനിൽ ജിയോജിബ്ര എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ജിയോജിബ്ര വരും. നമുക്ക് സെലക്ട് ചെയ്യാൻ മതി. സെലക്ട് ചെയ്യുമ്പോൾ ജിയോജിബ്ര തുറന്നു വരും. ജിയോജിബ്ര തുറന്നു വരുമ്പോൾ ഇടത് സൈഡിൽ ഓൾജിബ്ര ഓപ്ഷൻ ഉണ്ട്, ദെൻ ഗ്രാഫിക്സ് ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും താഴെയായിട്ടാണ് ഇൻപുട്ട് ബാർ സങ്കേതം ഉള്ളത്. അവിടെയാണ് നമ്മുടെ വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് ലൈൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യേണ്ടത്. 1ാമത്തെ ലൈനിൻ്റെ വാല്യൂ x+y = 5 എന്ന നമ്മൾ വാല്യൂ പറഞ്ഞിരുന്നു. അത് എൻ്റർ ചെയ്യാം. x+y = 5 നമ്മൾ ടൈപ്പ് ചെയ്തു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ലൈന് പ്രത്യക്ഷപ്പെടും. y ആക്സിൽ 5-ൽ നിന്നും x ആക്സിൽ 5-ലൂടെയും കടന്നു പോകുന്ന ലൈനാണ് സ്ക്രീനിൽ വന്നിട്ടുള്ളത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി ഓൾജിബ്ര സെക്ഷനിലേക്ക് ആ ഇക്വേഷൻസ് കാണിക്കും. ഇക്വേഷൻ 1 = x+y = 5 എന്ന ഇക്വേഷൻ വന്നിട്ടുണ്ട്. ദെൻ 2ാമത്തെ ഇക്വേഷൻ ടൈപ്പ് ചെയ്യണം. x - y = 1 എന്നാണ് 2ാമത്തെ ഇക്വേഷൻ. അത് ടൈപ്പ് ചെയ്യാണ്. അത് ഇൻപുട്ട് ബാർ തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. x - y = 1 ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി ഇക്വേഷൻ 2 x - y = 1 എന്ന ഇക്വേഷൻ കൂടി ഇടത് സൈഡിലായിട്ട് ഓൾജിബ്ര സെക്ഷനിൽ കാണും. ഇനി നമ്മൾ കാണേണ്ടത് 2 ലൈനുകൾ തമ്മിലുള്ള ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ആ ഒരു ജോയിനിങ് പോയിൻ്റാണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ഇൻ്റർസെക്റ്റ് എന്ന് നമ്മൾ ഇൻപുട്ട് ബാർ സങ്കേതത്തിൽ സെർച്ച് ചെയ്യാം. ഇൻ്റർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ദൃശ്യമാവും. അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യാണ് ഇൻ്റർ INTER
നോക്കൂ, രണ്ടാമതായിട്ട് വന്നിട്ടുണ്ട് ഇൻ്റർസെക്റ്റ്. രണ്ട് ഒബ്ജക്റ്റുകളാണ്. ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റും. ഇൻ്റർസെക്റ്റിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അവിടെ ഒന്നാമത്തെ ലൈനിൻ്റെ നെയിം കൊടുക്കുക, അഥവാ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ പ്ലേസിലും രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ നെയിം കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി സ്ക്രീനിൽ ഒരു ഡോട്ട് പ്രത്യക്ഷപ്പെടും ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിൽ. അതിന് നെയിം വരും. എൻ്റർ അടിക്കുമ്പോൾ നെയിം വരും. ഓക്കെ, നെയിം വന്നു. ഇക്വേഷനും നമ്മുടെ ഓൾജിബ്ര സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. എ എന്നാണ് നെയിം വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് മറ്റൊരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇക്വേഷൻ 1 എന്നുള്ളത് ഇക്വേഷൻ 2 എന്നുള്ളതും എന്നതിന് പകരം ഓരോ ലൈനും ഓരോ നെയിം കൊടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയും. ഫയൽ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ വരച്ച ചിത്രം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ പോവുക. ഫയൽ മെനു, അതിനകത്ത് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോമിനകത്ത് എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. അവിടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റാൻഡംലി ഒരു നമ്പർ കൊടുക്കുന്നു. 6 അക്ക നമ്പറായിരിക്കും SSLCയുടെ രജിസ്റ്റർ നമ്പർ. അവിടെ രജിസ്റ്റർ നമ്പർ _ക്രോസ് എന്നാണ് നെയിം കൊടുക്കാൻ പറഞ്ഞ് ക്രോസ് എന്ന് കൊടുത്തു. ദെൻ ഇനീഷ്യലി താഴെ ഫയൽ ടൈപ്പ് GeoGebraയുടെ ഫയൽ കൊടുത്തിട്ടുണ്ട്. .ggb എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഫയൽ നെയിമിൻ്റെ കൂടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ല ഇനി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ ഓട്ടോമാറ്റിക്കലി കയറി വരും. ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഫയൽ സേവായി. നമ്മൾ ലൊക്കേഷനിൽ പോയി നോക്കാം. എക്സാം 10 പ്രൊഡക്ട്സിൽ നോക്കുമ്പോൾ കറക്റ്റ് ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ചെയ്ത്. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2-3 മിനിറ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. 7 മാർക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ജിയോജിബ്രയിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്ന് പറയുന്ന രണ്ട് നെയിമിന് പകരം വേണമെങ്കിൽ ലൈനൊരു നെയിം തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഫയലിൽ ന്യൂ എന്ന് പറയുന്നൊരു ടാബ് തുറന്ന് ന്യൂ വിൻഡോ തുറന്ന് കാണിക്കാം. നിലവിൽ A ഈക്വൽസ് ഇൻപുട്ട് ബാറിൽ ഒന്നാമത്തെ ലൈന് A എന്ന നെയിം കൊടുക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്റർ A ഈക്വൽസ് ബ്രാക്കറ്റിനകത്ത് x + y ഈക്വൽസ് 5. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി മുകളിൽ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും. എ ലൈനിൻ്റെ പേര് A എന്നായി. നേരത്തെ നമ്മൾ ഈ ഇക്വേഷൻ 1 എന്നുള്ള ഷോർട്ടായിരുന്നു. കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി പ്രൊഡിക്റ്റ് ആയിട്ട് വന്നതായിരുന്നു. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അതല്ല ഇക്വേഷൻ 1 എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി ലൈനിന് കൃത്യമായി പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫോളോ ചെയ്യുക. ഇനി നെയിമൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് x + y = 5 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ലൈനിൻ്റെ നെയിം കൊടുക്കുകയാണ് B. രണ്ടാമത്തെ ലൈൻ നെയിം കൊടുക്കുമ്പോൾ B. നമ്മൾ നെയിം കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈക്വൽസ് ബ്രാക്കറ്റിനകത്ത് x - y = 1 എന്നാണ് പറഞ്ഞിരുന്നത്. x - y = 1. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി സ്ക്രീനിൽ 2 ലൈൻസും കാണിക്കും. ഒന്നാമത്തെ ലൈനിൻ്റെ നെയിം A എന്നിവിടെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ലൈനിൻ്റെ പേര് നെയിം B. ഇനി Aയും Bയും തമ്മിലുള്ള ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ സെൻട്രലിലെ പോയിൻറ്റിലേക്ക് അടുത്ത കമാൻഡ് വഴി നമ്മളൊരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ് കണ്ടെത്തണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കമാൻഡ് ലൈനിൽ ഇൻ്റർസെക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻ്റർസെക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി ഇവിടെ സ്ക്രീനിൽ കാണിക്കും. അതിൽ ഒബ്ജക്റ്റ് 1 എന്നുള്ള പ്ലേസിൽ നമ്മൾ ഒന്നാമത്തെ ലൈനിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. എന്ത് ഒബ്ജക്റ്റാണോ ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ലൈൻ 1ൻ്റെ നെയിം എന്തായിരുന്നു, A എന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് A എന്ന് കൊടുത്തു. ദെൻ ലൈൻ 2ൻ്റെ B എന്നായിരുന്നു കൊടുത്തിരുന്നത്. നമ്മൾ B എന്ന് കൊടുത്തു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി C എന്ന് ഓട്ടോമാറ്റിക്കലി C എന്ന് വന്നു. വേണമെങ്കിൽ നമുക്ക് അവിടെ വേറെ നെയിം കൊടുക്കാമായിരുന്നു. സിക്ക് പകരം ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും നെയിം കൊടുക്കുകയാണെങ്കിൽ C = സപ്പോസ് D ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ I = എന്ന രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാമായിരുന്നു.
ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. ഫയൽ നേരത്തെ നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ സേവ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സേവ് ചെയ്യാം. ഫയലിൽ പോയിട്ട് സേവ് എക്സാം 10 പ്രോഡക്ട്സ് എന്ന ഫോൾഡർ തുറക്കുക. അതിനകത്ത് നെയിം കൊടുക്കണം. 1 2 3 ഒരു 6 ഡിജിറ്റ്സ് ആയിരിക്കും SSLCയുടെ രജിസ്റ്റർ നമ്പർ. അപ്പോൾ എക്സാമിനകത്ത് രജിസ്റ്റർ നമ്പർ _ ഒരു നെയിം പറയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തന്നെ അതിനകത്ത് എൻ്റർ ചെയ്യുക. മറ്റെന്തെങ്കിലും എൻ്റർ ചെയ്യാൻ നിൽക്കരുത്. രജിസ്റ്റർ നമ്പർ നോക്കിയിട്ടാണ് ഇൻവിജിലേറ്റേഴ്സ് മാർക്ക് ഇടുക. അപ്പോൾ കൃത്യമായി രജിസ്റ്റർ നമ്പർ മാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഫോൾഡറിലും നിങ്ങൾ ഫയൽ സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതല്ല. ഈസിയായി കിട്ടുന്ന ഒരു മാർക്ക് നിസ്സാര കാരണം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. ഓക്കെ, ഇവിടെ ക്രോസ് എന്ന് കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ക്രോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തോടുകൂടി ഫയൽ സേവായി. ദെൻ നമ്മളിവിടെ ഫയൽസിൽ പോയി നോക്കിയാൽ എക്സാം 10 പ്രോഡക്ട്സിൽ നോക്കിയാൽ രണ്ടാമത്തെ ഫോൾഡർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജിയോജിബ്രയിൽ ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് 2 ബിന്ദുക്കൾ നിർമ്മിച്ച് അവയെ ബന്ധിപ്പിക്കുന്ന ചെറുവര അഥവാ ലൈൻ സെഗ്മെൻറ്റ് നിർമ്മിക്കുക. സൂചനകൾ: എ എന്ന പോയിൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് -3,1. ബി എന്ന പോയിൻറ്റിൻ്റെ വാല്യൂ 3,4. ഈ എയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാല്യൂ എക്സിൻ്റെ വാല്യൂ ആണ്, സെക്കൻഡ് വാല്യൂ വൈയുടെ വാല്യൂ ആണ്. ഇനി ബിയിലും അതുപോലെ ഫസ്റ്റ് വാല്യൂ എക്സിൻ്റെ വാല്യൂ ആണ്, സെക്കൻഡ് വാല്യൂ വൈയുടെ വാല്യൂ ആണ്. ആ 2 വാല്യൂസ് കൊടുക്കുന്നതോടുകൂടി പോയിന്റുകൾ അടയാളപ്പെടുത്തപ്പെടും. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലൈൻ സെഗ്മെൻറ്റ് എന്നുള്ള കമാൻഡ് വഴി ഇവയെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനു വേണ്ടി ആദ്യം ഇനീഷ്യലി ജിയോജിബ്ര ഒന്നുകൂടെ തുറക്കുകയാണ്. ജിയോജിബ്ര. ഓക്കെ, ദെൻ എയുടെ പോയിൻറ്റ് -3,1 എന്നായിരുന്നു. ഇൻപുട്ട് ബാറിൽ ഒരു പോയിൻറ്റിന് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിനോ ഒരു ഒബ്ജക്റ്റിനോ നെയിം കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എ എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് -3,1. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി എ എന്ന പോയിൻറ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 3,4 എന്ന രീതിയിൽ ബിയുടെ വാല്യൂ കൊടുക്കാനാണ്. അപ്പോൾ ബി എന്ന വാല്യൂ കൊടുക്കുന്നു. ബി ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്തു. ദെൻ 3,4. എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി സ്ക്രീനിൽ ആ നെയിമും കൂടി വരും. നമുക്ക് ഈ നെയിം വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത് വെക്കാം സൗകര്യാനുസരണം. ഇനി പറഞ്ഞിട്ടുള്ള എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ വരക്കാനാണ്. ലൈൻ വരക്കാനുള്ള മെസ്സേജ് ഇങ്ങനെയാണ്, ലൈൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതോടുകൂടി ലൈൻ 2 പോയിൻ്റ് സ്ക്രീനിൽ വരും. നിങ്ങൾക്ക് കാണാൻ കഴിയും 2 പോയിൻറ്റുകൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനി ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് തയ്യാറാക്കേണ്ടത്. സെഗ്മെൻറ്റ് തയ്യാറാക്കാൻ ഇൻപുട്ട് ബാറിൽ സെഗ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സെഗ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുന്നതോടുകൂടി സെഗ്മെൻറ്റ് ബ്രാക്കറ്റിനകത്ത് പോയിൻറ്റ് വന്നിട്ടുണ്ട്. ദെൻ ഈ ഫസ്റ്റത്തെ പോയിൻറ്റ് എന്നുള്ളിടത്ത് ആ പോയിൻറ്റിൻ്റെ നെയിം കൊടുക്കുക, ക്യാപിറ്റൽ ലെറ്റർ എ, കോമ, സെക്കൻഡ് പോയിൻറ്റിൻ്റെ പ്ലേസിൽ ക്യാപിറ്റൽ ലെറ്റർ ബി. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി സ്ക്രീനിൽ അതിൻ്റെ ലൈന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫയൽ സേവ് ചെയ്യുക, ഫയൽ പോവുക, സേവ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എക്സാം 10 പ്രോഡക്ട്സിലാണ് ഇവിടെ ഫയലുള്ളത്, നമ്മൾ അവിടെ തന്നെ സേവ് ചെയ്യുക. രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നെയിം ഇവിടെ സെഗ്മെൻറ്റ് എന്നാണ് നെയിം കൊടുക്കേണ്ടത്. സെഗ്മെൻറ്റ് എക്സാമിന് എന്താണോ അവിടെ നെയിം കൊടുക്കാൻ പറഞ്ഞത് ആ നെയിമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സെഗ്മെൻറ്റ് .ggb എന്ന ഫയലാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇനീഷ്യലി ഫയൽ ടൈപ്പ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. .ggb എന്നുള്ളത് നമ്മുടെ ജിയോജിബ്രയുടെ ഫയൽ എക്സ്റ്റൻഷനാണ്, തിയറിയിൽ ചോദിച്ചേക്കാം. സേവ് ചെയ്യുന്നു ഈ ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ ജിയോജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക, അവ 2 ലൈനുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്
ഇതിനകത്ത് വരിക. ഇനി സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റിസ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ വല്ലതും ഇതിനകത്ത് വരികയാണെങ്കിൽ ഇൻപുട്ട് ബാറിൽ പോയി ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ സർക്കിൾ വരക്കാൻ നിങ്ങളുടെ ആവശ്യപ്പെടുകയാണെങ്കിൽ സർക്കിൾ നിങ്ങൾ ജസ്റ്റ് സർക്കിൾ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സർക്കിളിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. ഇവിടെ സർക്കിൾ എന്നാണ് പോയിൻറ്റ്, കോമ, റേഡിയസ്. അപ്പോൾ നമ്മളൊരു പോയിൻറ്റ് വരച്ചിട്ട് എന്ത് ചെയ്യുക, ആ സർക്കിളിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് പോയിൻറ്റിൻ്റെ പ്ലേസിൽ ആ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. റേഡിയസിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. വേണമെങ്കിൽ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ പോയിൻ്റ് എന്നുള്ളടുത്ത് ഞാൻ ബി എന്ന് കൊടുക്കുന്നു. ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി കൊടുക്കുന്നു. ദെൻ റേഡിയസ് നമ്പർ ഒരു 3 എന്ന് കൊടുത്താൽ 3 റേഡിയസിലുള്ള ഒരു സർക്കിൾ അവിടെ വരും. നോക്കൂ, നിങ്ങൾ കാണാൻ കഴിയും ഇവിടെ സ്ക്രീനിലൊരു സർക്കിൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസേ എക്സാമിന് ചോദിക്കുള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ലൈനോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റുകളോ അല്ലെങ്കിൽ മിഡ് പോയിൻറ്റ്സോ ഏതെങ്കിലും ലൈനോ ഒരു സെഗ്മെൻറ്റ് വരച്ച് അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടെത്താനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇനി വേണമെങ്കിൽ ഈ ഒരു എ ബി എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ മിഡ് പോയിൻറ്റ് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്തി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മിഡ് പോയിൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. മിഡ് പോയിൻ്റ് സെർച്ച് ചെയ്യുന്ന കൂടി മിഡ് പോയിൻ്റ് സെഗ്മെൻറ്റ് എന്ന് വന്നിട്ടുണ്ട്. ആ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിനകത്ത് സെഗ്മെൻറ്റിൻ്റെ നെയിം എന്താണ്, എഫ് എന്നാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. കണ്ടല്ലോ, ഇവിടെ സ്ക്രീനിൽ എഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് മിഡ് പോയിൻറ്റിൻ്റെ നെയിം. അവിടെ എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന മിഡ് പോയിൻറ്റിൻ്റെ നെയിം വരും, സ്ക്രീനിൽ വരും. കറക്റ്റ് ഇവിടെ എഫ് എന്ന നെയിമിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മിഡ് പോയിൻറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജിയോജിബ്രയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനുള്ള ചാൻസസ്. ഓക്കെ.